രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയമാണ് 154-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അതിന് എനിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകിയ എൻ്റെ പൊന്ന് രാധാറാണി അമ്മയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആരംഭിക്കാം. നോക്കൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം, എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ്, പിന്നെ ഹനുമാൻ ചാലിസയുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ കേൾക്കണം. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ചിലരുടെ അടുത്ത് നേരിട്ട് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അപ്പം ഇവിടെ ദൂരെ നിന്ന് വരുന്നവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾ നോക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ 96453339 ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. പിന്നെ നമുക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടപതിയല്ല അഷ്ടാവക്ര ഗീതയുണ്ട്. ഓരോ ഹിന്ദുവും അത് കേട്ടിരിക്കണം. അതുകൂടാതെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ശ്രീബുദ്ധൻ്റെ ജീവിത കഥയുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ ഭക്തമീരയുടെ കഥകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്.
എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. അതിനു മുമ്പ് രാധികാ കവചം 2 ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്. പിന്നെ രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ നിങ്ങൾ നിശ്ചയമായിട്ടും കാണണേ. നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളത് കാണണം. അതേ കണക്ക് രാധയുടെ പ്രണയം കാണുന്നവരൊക്കെ അഷ്ടപതിയുടെ ക്ലാസ് വ്യാഴാഴ്ച കേൾക്കണം. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അഷ്ടപതി കേൾക്കാത്ത ഒരാൾക്കും എന്താ പറയേണ്ടത്, അവർക്ക് ഗോലോകപ്രാപ്തി ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. കാരണം നിങ്ങളെ ഗോലോകത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ വഴിയാണ് ആരെന്ന് പറയുന്നത് അഷ്ടപതി. അപ്പോൾ ഞാൻ നമ്മുടെ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതിന് മുമ്പ് പതിവ് പോലെ രാധാറാണിയെ കുറിച്ചുള്ള കഥകൾ പറയും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥയിൽ പകുതി സത്യമുണ്ട്, പകുതി നുണയാണ്. പകുതി സത്യവും പകുതി നുണയുമാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോളണം. ശിവലോകത്തിനും അതുപോലെ തന്നെ ബ്രഹ്മലോകത്തിൻ്റെയും മുകളിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? സാക്ഷാൽ ഗോലോകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശിവലോകത്തിനും ബ്രഹ്മലോകത്തിനും മുകളിലായിട്ട് ഗോലോകം സ്ഥിതി ചെയ്യുന്നു. ആ ഗോലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നത് രാസമണ്ഡലേശ്വരിയായ സാക്ഷാൽ രാധാറാണിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഗോലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നത് ആരാണ്? രാധാറാണിയാണ്. പുറത്തൂടെ അനൗൺസ്മെന്റ് പോകുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല ഇല്ലേ? അത് പോയിട്ട് ഞാൻ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാം. ഇവിടെ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും അനൗൺസ്മെന്റും ബഹളമൊക്കെയാണ്. അപ്പൊ ശിവലോകത്തിനും ബ്രഹ്മലോകത്തിൻ്റെയും മുകളിലായിട്ടാണ് ഗോലോകം. അവിടെയാണ് നമ്മുടെ രാസമണ്ഡലേശ്വരിയായ രാധാറാണി ഉള്ളത്. ഗോലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നത്, അതായത് അധിഷ്ഠാത്രി ദേവി, ആ അധിഷ്ഠാത്രി ദേവി എന്ന് പറയുന്നത് രാധാറാണിയാണ്. അവിടെ വിരജയുണ്ട്. വിരജ അവിടെയുള്ള ഒരു അനേകം ഗോപികമാരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് വിരജ എന്ന് പറയുന്നത്. പക്ഷെ വിരജ എന്ന് പറയുന്നത് അതീവ സുന്ദരിയുമാണ്. ഈ വിരജയോട് കൃഷ്ണൻ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. രാധാറാണിയോടും സ്നേഹമുണ്ട്, വിരജയോടും സ്നേഹമുണ്ട്. അങ്ങനെ ഒരിക്കൽ കൃഷ്ണൻ എന്ത് ചെയ്തു? വിരജയുമൊത്ത് ഒരിടത്തിരുന്ന് അങ്ങനെ ശൃംഗരിക്കുകയായിരുന്നു. ഒരു രത്നമണ്ഡപത്തിലിരുന്ന് കൃഷ്ണനും വിരജയും കൂടെ അങ്ങനെ ശൃംഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് രാധാറാണിയുടെ തോഴിമാര് കണ്ടു. രാധാറാണിയുടെ തോഴിമാര് രാധാറാണിയോട് 101% കൂറ് പുലർത്തുന്നവരാണ്. അവർക്ക് രാധാറാണിക്കപ്പുറം വേറെ യാതൊന്നുമില്ല. അവർക്ക് കൃഷ്ണനൊന്നും ഒരു വിഷയമല്ല. രാധാറാണിയുടെ തോഴിമാർക്ക് രാധാറാണിക്കപ്പുറം ഒരു ലോകമില്ല. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, രാധാറാണി, കൃഷ്ണൻ അവിടുത്തെ വഞ്ചിക്കുകയാണ്. കൃഷ്ണൻ താണ്ടെ വിരജയുമൊത്ത് അവിടെ ശൃംഗരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ആര് വല്ലാതെ തകർന്നുപോയി? രാധാറാണി വല്ലാതെ തകർന്നുപോയി. സത്യം പറഞ്ഞാൽ രാധാറാണി അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. കുറേ നേരം രാധാറാണി ഇരുന്ന് കരഞ്ഞു. കുറച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. ഇപ്പം നിങ്ങൾ തന്നെ ഇരിക്കുന്നു, നിങ്ങളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിരുന്നു ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പഞ്ചപാപമാണെങ്കിൽ ആദ്യം കരയും. പക്ഷെ ആ കരച്ചിൽ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? കോപം ഉണ്ടാകും. ചിലർക്ക് അങ്ങനല്ല, കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്തുണ്ടാകും? കോപം ഉണ്ടാകും. ഇവിടെ രാധാറാണി ആദ്യം പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അതിനുശേഷം രാധാറാണിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. വല്ലാത്ത ദേഷ്യം വന്നപ്പം രാധാറാണി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് അവരെ കാണിച്ചു തരണം. എനിക്ക് കാണണം അവരെ ഇരിക്കുന്നത്. എന്നെ വഞ്ചിച്ച ആരും ഗോലോകത്തുണ്ടാകുമെന്ന് കരുതണ്ട.
അത് കൃഷ്ണനായാലും ശരി, അത് ആ വിരജയായാലും ശരി, എന്നെ ആര് വഞ്ചിച്ചാലും അവർക്ക് തക്കതായ ശിക്ഷ ഞാൻ കൊടുക്കും. ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഉള്ളിൽ വിഷവും മുഖത്ത് അമൃതും നിറച്ച് നടക്കുന്ന കൃഷ്ണനെയും ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാധാറാണിയുടെ ഭാവമാറ്റം കണ്ട് ഗോപികമാരെല്ലാം പേടിച്ചു പോയി. ഗോപികമാര് പറഞ്ഞു, ദേവി ദേവി, കോപം തണുപ്പിക്കൂ, നമുക്ക് പോകാം, ഞങ്ങൾ കാണിച്ചു തരാം, കൃഷ്ണനും വിരജയും ഇരിക്കുന്നത് എവിടാന്ന് കാണിച്ചു തരാം, ഞങ്ങൾ പറയുന്നത് സത്യമാണ് ദേവി എന്ന് പറഞ്ഞു. അപ്പോൾ രത്നനിർമ്മിതമായ ലക്ഷം ചക്രങ്ങളോട് കൂടിയ മനോവേഗത്തിൽ എന്ന് പറഞ്ഞാൽ മനസ്സ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് അമേരിക്കയിൽ എത്താൻ പറ്റും മനസ്സുകൊണ്ട്. ആ മനോവേഗത്തിൽ സഞ്ചരിക്കുന്നതും കോടി സ്തംഭങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും കൊടികളോട് കൂടിയതും പലതരത്തിലുള്ള ചിത്രങ്ങളോട് കൂടിയതുമായ രഥത്തിലേക്ക് രാധാറാണിയും തോഴിമാരും കയറി അവര് കൃഷ്ണനും വിരജയും കൂടെ താമസിക്കുന്ന രത്ന മണ്ഡപത്തിന്റെ സ്ഥലത്തെത്തി. അപ്പൊ രഥം നിന്നു. രാധാറാണി എന്ത് ചെയ്തു? രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ദ്വാരപാലകനായി നിൽക്കുന്നത് സാക്ഷാൽ ശ്രീതാമാവാണ്. ശ്രീതാമാവ് ലക്ഷം ഗോപന്മാരോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ രാധാറാണിയുടെ വഴി തടഞ്ഞുകൊണ്ട് ആര് നിൽക്കുന്നു? ശ്രീതാമാവ് നിൽക്കുന്നു. അപ്പൊ രാധാറാണി ശ്രീതാമാവിനോട് പറഞ്ഞു, ശ്രീതാമാവേ, നീ ദൂരെ മാറി നിൽക്ക്, എനിക്ക് പകരമായിരിക്കുന്ന നിന്റെ പ്രഭു ഉണ്ടല്ലോ ശ്രീകൃഷ്ണൻ, എന്റെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ പിടിച്ചിരുത്തിയിരിക്കുന്ന ആ യുവതിയെ, ഗോപികയെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ശ്രീതാമാവ് പറഞ്ഞു, ഒരു കാരണവശാലും കടത്തിവിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാധികയുടെ തോഴിമാര്, ഞാൻ പറഞ്ഞില്ലേ, അവര് രാധാറാണിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകും. അവര് കോപിഷ്ഠകളായി. അവരോടൊപ്പം കിങ്കരന്മാരും വന്നിട്ടുണ്ട്. രാധാറാണിക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന കിങ്കരന്മാരുമുണ്ട്. ഇവരും കൂടെ ചേർന്ന് ഭയങ്കര ബഹളമായി, ഉണ്ടും തള്ളുമായി അവര് ശ്രീതാമാവിനെ ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഈ ഗോപികമാരുടെ ബഹളമെല്ലാം കൂടെ ആര് കേട്ടു? കൃഷ്ണൻ കേട്ടു. അപ്പൊ കൃഷ്ണന് മനസ്സിലായി രാധാറാണി വന്നിരിക്കുന്നു എന്ന്. കൃഷ്ണൻ ഭയന്നുപോയി. കൃഷ്ണൻ പെട്ടെന്ന് അന്തർദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മുങ്ങിക്കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വിരജയെ അവിടെ ഇട്ടിട്ട് ആര് മുങ്ങിക്കളഞ്ഞു? കൃഷ്ണൻ മുങ്ങിക്കളഞ്ഞു. അതോടുകൂടി വിരജ ഭയന്നുപോയി. വിരജ തൻ്റെ യോഗശക്തി കൊണ്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് പ്രാണൻ ത്യജിച്ചു കളഞ്ഞു. കാരണം ഇല്ലെങ്കിൽ രാധാറാണിയുടെ ശാപം താങ്ങാൻ പോലും പറ്റത്തില്ല, ഭസ്മമായി പോകും. അപ്പൊ യോഗസിദ്ധി കൊണ്ട് പ്രാണൻ ത്യജിച്ചു, ശരീരം വെടിഞ്ഞു. അതോടുകൂടി വിരജയുടെ ശരീരം എന്ന് പറയുന്നത് കോടി യോജന വിസ്താരമുള്ളതും ആഴമുള്ളതും ഗോലോകം വരെ എത്തിച്ചേരുന്നതുമായ ഒരു വലിയ നദിയായി മാറി. ഈ സമയത്ത് രാധാറാണിയുടെ കിങ്കരന്മാരും രാധാറാണിയുടെ തോഴിമാരും ശ്രീതാമാവിനെ തൂക്കിയെടുത്ത് അങ്ങ് വെളിയിൽ കളഞ്ഞപ്പം രാധാറാണി എന്ത് ചെയ്തു? അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കൃഷ്ണൻ അവിടെ ഇല്ല. അവിടെ ഒരു നദി ഒഴുകുന്നതാണ് കണ്ടത്. അങ്ങനെ രാധാറാണി തിരിച്ചുപോയി. രാധാറാണി പോയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ തിരിച്ചു വന്നു. കൃഷ്ണൻ തിരിച്ചു വന്നപ്പോൾ കാണാം ഈ വിരജ അവിടെ ഇല്ല, ഒരു നദിയായി ഇങ്ങനെ ഒഴുകുകയാണ്. കൃഷ്ണന് കാര്യം മനസ്സിലായി. കൃഷ്ണൻ ആ നദിയുടെ തീരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സുന്ദരി, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് പറഞ്ഞു, നോക്കൂ, എൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ഈ നദിയുടെ അതിദേവതയായി സുന്ദരിയായി മാറും. ഇത് കൃഷ്ണനാ പറയുന്നത്. കൃഷ്ണൻ പറഞ്ഞു, വിരജയെ, നീ വേഗം ജലത്തിൽ നിന്ന് എഴുന്നേറ്റുവാ എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ അഷ്ടസിദ്ധികളും തന്നിരിക്കുന്നു. അങ്ങനെ വിരജ പുതിയ ശരീരം സ്വീകരിച്ചു പുറത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ വിരജ മരിച്ചു. എന്നിട്ടിപ്പം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് കയറി പുനർജന്മം വരുമല്ലോ. അപ്പം നമുക്കതിന് സമയമെടുക്കുന്നു. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് വിരജയെ മറ്റൊരു ശരീരത്തിൽ കയറ്റി അപ്പോഴും തന്നെ ഒരു യുവതിയാക്കി ഭഗവാൻ മാറ്റി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ വിരജ മരിച്ചത് തന്നെയാണ്. പക്ഷേ ഭഗവാൻ വിരജയ്ക്ക് വേറൊരു ശരീരം കൊടുത്തു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ജന്മത്ത് വേറെ ഏതോ ഒരു ശരീരമായിരുന്നു.
അത് കഴിഞ്ഞിട്ടാണ് ഈ ശരീരം എടുത്തത്. ഇത് യുവാവാകാൻ 10-20 വർഷമെടുക്കും. പക്ഷേ ഇവിടെ വളരെ വേഗം തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിരജ എന്തായി മാറി? ഒരു സുന്ദരിയായ യുവതിയായി മാറി. അപ്പൊ കൃഷ്ണന് വല്ലാത്ത പ്രണയം വരികയും കൃഷ്ണനും വിരജയും കൂടി രാസകേളികളിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ വിരജ എന്ത് ചെയ്തു? ഗർഭിണിയായി. വിരജ ഗർഭിണിയാവുകയും 100 വർഷം ഈ ഗർഭം ധരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു. അങ്ങനെ 100 വർഷത്തിന് ശേഷം 7 പുത്രന്മാരെ പ്രസവിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ പുത്രന്മാരെല്ലാവരും കൂടി പുറത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ചെറിയ കുട്ടി കരഞ്ഞ് നിലയും വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? കൃഷ്ണനുമായി രസിച്ചിരിക്കുകയായിരുന്നു വിരജ. അപ്പൊ കൃഷ്ണനെ വിട്ടിട്ട് ഓടി വന്ന് ഈ കൊച്ചുകുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് താലോലിച്ചു. ഇത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആരെ കണ്ടില്ല? കൃഷ്ണനെ കണ്ടില്ല. കൃഷ്ണൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് പൊക്കളഞ്ഞു. അതോടുകൂടി എന്ത് സംഭവിച്ചു? വിരജയ്ക്ക് ഈ മക്കളോട് വല്ലാത്ത ദേഷ്യമായി. നിങ്ങൾ മുഖാന്തരമല്ലേ കൃഷ്ണൻ പിണങ്ങിപ്പോയത്, നിങ്ങൾ പൊതുവേ ഇവിടെ കലഹപ്രിയരാണ് എന്ന് മാത്രവുമല്ല കൃഷ്ണനെ ഉപേക്ഷിക്കുന്നതിന് നിങ്ങൾ കാരണമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മാണ്ടത്തില് സപ്തസമുദ്രം 7 സമുദ്രങ്ങളായിട്ട് മാറട്ടെ എന്ന് ശപിച്ചു. അതായത് ഉപ്പുവെള്ളമുള്ള സമുദ്രം, ഉപ്പുവെള്ളം, കരിമ്പിൻ നീര്, മദ്യം, നെയ്യ്, തൈര്, പാല്, ശുദ്ധജലം, ഇതാണ് സപ്തസമുദ്രങ്ങളെന്ന് പറയുന്നത്. പക്ഷെ പുത്രന്മാര് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിരജയ്ക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടാവുകയും വിരജ കരയുകയും അപ്പൊ കൃഷ്ണൻ വന്നിട്ട് അവരെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞൊടിയിടയിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ രാധാറാണി കൊടുങ്കാറ്റ് പോലെയാണ് പുറത്തേക്ക് വന്നത്. രാധാറാണിയുടെ കൂടെ തോഴിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. രാധാറാണി നേരെ എവിടെ വന്നു? തൻ്റെ ഗോകുലത്തിലേക്ക് വന്നു. ആ സമയത്ത് പുറത്ത് ശ്രീരാമാവിനെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഒരു ദിവസം രാധാറാണിയുടെ പിണക്കം തീർക്കാനായി ഗോലോകത്തേക്ക് രാധാറാണിയുടെ അടുക്കലേക്ക് എത്തി. കൂടെ ശ്രീരാമാവും ഉണ്ടായിരുന്നു. കൃഷ്ണനെ കണ്ടതും രാധാറാണി എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ചു. രാധാറാണി പറഞ്ഞു, കൃഷ്ണ, എനിക്ക് നിന്നെ കാണണ്ട. നീ മറ്റൊരുത്തിയുമായിട്ട് പോയി രഹസ്യ സല്ലാപം നടത്തി. ഈ ഗോലോകത്തിൽ അത് അനുവദനീയമല്ല. ഈ ഗോലോകത്തിരുന്നു കൊണ്ട് എൻ്റെ അധീനതയിലുള്ള ഗോലോകത്തിരുന്നു കൊണ്ടാണ് നീ ഇത് ചെയ്തത്. നീ അതുകൊണ്ടൊരു കാര്യം ചെയ്, വിരജയുടെ അടുത്ത് പോയാൽ മതി, ഇനി എൻ്റെ അടുത്ത് വരണ്ട. വിരജയെ നീ വലിയ ഒരു നദിയാക്കിയില്ലേ, നീ ഒരു കാര്യം ചെയ്, നീയും കൂടെ ഒരു വലിയ നദിയാകും. നദിയായിട്ട് നേരെ ഒഴുകി അവളുടെ അടുക്കലേക്ക് ചെല്ല്, ഈ രാധയുടെ അടുക്കലേക്ക് നീ വരണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീരാമാവ് കോപിച്ചു. ശ്രീരാമാവ് പറഞ്ഞു, എൻ്റെ യജമാനനാണ് ശ്രീകൃഷ്ണൻ. എൻ്റെ യജമാനൻ ആരാണെന്ന് അറിയാമോ? എൻ്റെ യജമാനനെ ഇങ്ങനെ വഴക്കു പറയുന്നത് എനിക്കിഷ്ടമല്ല. നോക്കൂ രാധേ, ലക്ഷ്മി ദേവി തലമുടി കൊണ്ട് ഹരിയുടെ പാദങ്ങൾ തുടയ്ക്കുന്നുണ്ട്. സരസ്വതീ ദേവി അതിമനോഹരമായ സ്തോത്രങ്ങൾ കൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുന്നു. ബ്രഹ്മാവ് 4 മുഖങ്ങളും കൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുന്നു. ശിവൻ 5 മുഖങ്ങൾ കൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുന്നു. ധർമ്മദേവനും ദേവന്മാരും അസുരന്മാരും ആരുടെ പാദസേവ ചെയ്യുന്നു? സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പാദസേവ ചെയ്യുന്നു. അതുകൊണ്ട് രാധാറാണി കൃഷ്ണനോട് ഇങ്ങനൊക്കെ പറഞ്ഞതിന് മാപ്പ് പറഞ്ഞിട്ട് കൃഷ്ണന്റെ പാദസേവ ചെയ്യൂ എന്ന് പറഞ്ഞതും രാധാറാണി പൊട്ടിത്തെറിച്ചു. മൂഢ, ലംബട, വിഡ്ഢിയായ കിങ്കര, നീ എന്താ പറയുന്നത്? ലക്ഷ്മി തലമുടി കൊണ്ട് പാദം തുടയ്ക്കും, സരസ്വതി സ്തുതിക്കും, ബ്രഹ്മാവ് 4 മുഖവും ശിവൻ 5 മുഖവും കൊണ്ട് സ്തുതിക്കും, ധർമ്മനും സ്തുതിക്കും, ദേവന്മാരും മനുഷ്യരും എല്ലാം സ്തുതിക്കും. പക്ഷേ രാധയെ കിട്ടില്ല. ഇത് ഗോലോകമാണെന്ന് മൂഢ, നീ മറന്നുപോയോ? ഇവിടുത്തെ ഈശ്വരി ഞാൻ തന്നെയാണ്. കൃഷ്ണൻ നിന്റെ ഈശ്വരനാണ്, ഞങ്ങളുടെ അല്ല. ഗോലോകത്തെ ഒരാൾക്കും കൃഷ്ണൻ ഈശ്വരനല്ല.
കൃഷ്ണൻ വൈകുണ്ഠത്തും മാത്രമാണ് ഇഷ്ടം. വൈകുണ്ഠത്തും കൈലാസത്തും മറ്റു ബ്രഹ്മാണ്ടങ്ങളിലും ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിലുമാണ് കൃഷ്ണൻ ദൈവം, ഈശ്വരൻ. ഇത് ഗോലോകമാണെന്ന സത്യം നീ മറന്നുപോയിരിക്കുന്നു. നോക്കൂ, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ പിതാവിനെ പൂജിക്കുകയും മാതാവിനെ നീ നിന്ദിക്കുകയും ചെയ്യുന്നു. അസുരന്മാർ ദേവന്മാരെ നിന്ദിക്കുന്നത് പോലെ നീ എന്നെ നിന്ദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീരാമാവേ, നിനക്കിനി ജീവിതത്തിൽ ഒരിക്കലും ഗോലോകത്ത് പ്രവേശനമില്ല. നിന്റെ സ്വാമിക്ക് എങ്ങനെ നിന്നെ ഗോലോകത്ത് കയറ്റാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നു മാത്രവുമല്ല, നീ അസുരന്മാരെ പോലെയാണ് പെരുമാറിയത്. അസുരന്മാർ ദേവനെ നിന്ദിച്ചതുപോലെയാണ് നീ എന്നെ നിന്ദിക്കാൻ വന്നത്. അതുകൊണ്ട് നീ ഭൂമിയിൽ അസുരനായി പിറക്കട്ടെ. എന്നിട്ട് രാധാറാണി കോപിഷ്ഠനായി വിരജയെ ശപിച്ചു. വിരജയനടുത്ത് പറഞ്ഞു, നീ മനുഷ്യ സ്ത്രീയായി പിറക്കട്ടെ. ആ നിമിഷം തന്നെ മനുഷ്യ സ്ത്രീയായി വിരജ പിറന്നു കഴിഞ്ഞു. കൃഷ്ണനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, ശ്രീരാമാവേ, നിന്റെ കൃഷ്ണൻ രക്ഷിക്കുന്നത് കാണട്ടെ. അപ്പോൾ ശ്രീരാമാവ് കൃഷ്ണന്റെ അടുക്കലേക്ക് ചെന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട്. കൃഷ്ണൻ ശ്രീരാമാവിനെ വിളിച്ച് നേരെ തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ശ്രീരാമാവേ, നീ എന്തിനാണ് രാധയോട് അങ്ങനെ സംസാരിച്ചത്? നീ എന്ത് വിഡ്ഢിത്തമാണ് കാണിച്ചത്? ഞാൻ ഏതെങ്കിലും തരത്തിൽ രാധയുടെ കോപം അടക്കാനാണ് പോയത്. ആ കോപം ഞാൻ അടക്കിയേനെ. ഞാനും രാധയും തമ്മിലുള്ള കാര്യത്തിൽ നീ എന്തിനാണ് ശ്രീരാമാവേ ഇടപെട്ടത്? അതുകൊണ്ട് രാധ വീണ്ടും അകന്നുപോയി. എങ്കിലും നീ എനിക്ക് വേണ്ടിയാണ് വാദിച്ചത്. അതുകൊണ്ട് നീ ഭൂമിയിൽ അസുരനായി ജനിക്കും. നിനക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അജയ്യനായ ശ്രീധാമൻ എന്ന് പറഞ്ഞാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അസുരനായി നീ ജനിക്കും. അപ്പോൾ പറഞ്ഞു, അയ്യോ, അസുരനാകുമ്പോൾ ഭഗവാനെ അങ്ങയെ ഭജിക്കത്തില്ലല്ലോ, അങ്ങയെ നിന്ദിക്കുകയല്ലേ? അപ്പോൾ പറയും, നീ എൻ്റെ ഭക്തനായ അസുരനായി തന്നെ നീ ജനിക്കും. ഒടുവിൽ സാക്ഷാൽ ശങ്കരന്റെ, ശിവഭഗവാന്റെ ശൂലം കൊണ്ട് നീ കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ നീ എന്നെ പ്രാപിക്കും. അപ്പോ പറഞ്ഞു, അപ്പൊ ഗോലോകം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഗോലോകം രാധയുടേതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ശ്രീരാമാവേ, നീ ഒരു കാരണവശാലും ഗോലോകത്ത് വെച്ച് അങ്ങനെ സംസാരിക്കരുതായിരുന്നു. നിനക്കിനി ഗോലോകത്തേക്ക് പ്രവേശനമില്ല. നിനക്കിനി വൈകുണ്ഠത്ത് മാത്രമേ നിൽക്കാൻ പറ്റൂ. ഇത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ശ്രീരാമാവ് യക്ഷലോകത്ത് സുധാനന്റെ മകനായ ശംഖുചൂഡനായി ജനിക്കുകയും കുബേരന്റെ സേവകനാവുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് സത്യം. ഇനിയാണ് ഇതിൻ്റെ കള്ളത്തരമായ നുണക്കഥ വരാൻ പോകുന്നത്. ഇതാണ്, അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ശ്രീകൃഷ്ണ ഭഗവാനെ മറ്റുള്ളവർ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും രാധാറാണിയുടെയും ഗോപികമാരുടെയും വൃന്ദാവനത്തിൻ്റെയും പേരിലാണ്. കൃഷ്ണനെ അർജുനന്റെ പേരിൽ ആരും പൂജിക്കില്ല. കുരുക്ഷേത്ര യുദ്ധം നയിച്ചതിൻ്റെ പേരിൽ ആരും പൂജിക്കില്ല. രുക്മിണിയുടെ ഭർത്താവ് എന്ന നിലയിലല്ല പൂജിക്കുന്നത്. നരകാസുരനെ കൊന്നയാളെന്നോ കംസനെ കൊന്നയാളെന്നോ നിലയിലല്ല കൃഷ്ണനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത്ഭുതങ്ങൾ കാട്ടിയ ദേവൻ എന്ന നിലയിലുമല്ല കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നത്. കാരണം കൃഷ്ണൻ കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ ഇതൊക്കെ മറ്റു ദൈവങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പേരിലല്ല കൃഷ്ണൻ ഇത്രയും പ്രശസ്തി വന്നത്. കൃഷ്ണനെ യുവതികളും യുവാക്കളും അമ്മമാരും എല്ലാം കൃഷ്ണനെ സ്നേഹിക്കുന്നത് വൃന്ദാവനവും രാധയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശരിക്കും കൃഷ്ണന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് രാധാറാണിയിൽ അധിഷ്ഠിതമാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? രാധാറാണിയുടെ പേരിലാണ് കൃഷ്ണൻ പൂജിക്കപ്പെടുന്നത് തന്നെ. എന്നാൽ ഒരു പറ്റം ആൾക്കാര് കൃഷ്ണനെ നിന്ദിക്കുന്നതും ഇനി കൃഷ്ണ ഭക്തരായിട്ടുള്ള ആൾക്കാര് ആകെ ആശയക്കുഴപ്പത്തിൽ പെട്ടുപോകുന്നതും മറ്റു മതക്കാര് കൃഷ്ണഭക്തരെ നിന്ദിക്കുന്നതും രാധാറാണിയുടെ പേരിലാണെന്ന ഒരു വിരോധാഭാസം ഇവിടെ ഉണ്ട്.
വൃന്ദാവനം വിട്ട കൃഷ്ണൻ രാധയെ മറന്നു. അപ്പൊ ചില ആൾക്കാർ പറയും വൃന്ദാവനം വിട്ട കൃഷ്ണൻ രാധയെ മറന്നു. ഉടനെ നമ്മൾ ബുദ്ധിപരമായ വ്യായാമം നടത്തും. അത് കൃഷ്ണനും രാധയും രണ്ടല്ല, കൃഷ്ണനും രാധയും ഒന്നാണ്, അവർ ട്വിൻ ഫ്ലെയിമാണ്, അവർ സോൾമേറ്റ് ആണ്, അങ്ങനെയൊക്കെ അവർ എപ്പോഴും ഒന്നാണെന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം അതങ്ങ് മാറ്റിപ്പോയി. കൃഷ്ണൻ രാധയെ മറന്നു, പക്ഷെ അവര് രണ്ടും ഒന്നാണ്, ആയിക്കൊള്ളട്ടെ. അപ്പോ കൃഷ്ണൻ ഗോപികമാരെ മറന്നതോ? അപ്പൊ പറയും അതും അവര് ഒന്നാണ്. അപ്പൊ നമ്മൾ പറയും എന്നാൽ വൃന്ദാവനത്തെ മറന്നതിന് എന്ത് ന്യായം പറയും? അവിടുത്തെ ഗോക്കളെ മറന്നതിന് എന്ത് ന്യായം പറയും? ആ ഗോക്കളുടെ പേരിലും കൂടെ ആണ് കൃഷ്ണൻ അറിയപ്പെടുന്നത്. കൃഷ്ണന്റെ പേര് പോലും ഗോപാലക ഗോവിന്ദ എന്നാണ്. കൃഷ്ണന്റെ പേര് പോലും ഗോവിന്ദ ഗോപാലക എന്നാണ്. അപ്പൊ കൃഷ്ണൻ വൃന്ദാവനം മറന്നതിന് എന്ത് ന്യായം പറയും? അല്ലേ? രാധയെ മറന്നതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ പല ന്യായങ്ങളും പറഞ്ഞു, അല്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കെട്ടിച്ചമച്ച ന്യായങ്ങളും പറഞ്ഞു. കൃഷ്ണനും രാധയും രണ്ടല്ല ഒന്നാണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വൃന്ദാവനവും കൃഷ്ണനും കൂടെയോ ട്വിൻ ഫ്ലെയിമോ? പശുക്കളും കൃഷ്ണനും കൂടെയോ ട്വിൻ ഫ്ലെയിമോ? അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കള്, പ്രത്യേകിച്ച് കൃഷ്ണഭക്തര് ഒരേ സമയം കൃഷ്ണനെ ആരാധിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ രാധാദേവിയുടെ ഒരു ഇതിലാണ്. അതേ സമയം തന്നെ കൃഷ്ണനെ മറ്റു മതക്കാരും അതേ കണക്ക് ഹിന്ദു സമൂഹത്തിൽ തന്നെ ശിവഭക്തരും മുരുകഭക്തരും മറ്റും കഠിനമായ ശിവഭക്തരും കഠിനമായ മുരുകഭക്തരും കൃഷ്ണനെ മാറ്റി നിർത്തുന്നതും രാധാറാണിയുടെ പേരിലാണ്. കണ്ണൂരുള്ള ഒരു പറ്റം ആൾക്കാർ എനിക്ക് പരിചയമുള്ളതാണ്, അവരൊക്കെ ശിവഭക്തരാണ്. അവർ പറയുന്നത് ഞങ്ങൾ കൃഷ്ണനെ ആരാധിക്കാത്തത് കൃഷ്ണൻ ഇതേ കണക്ക് രാധയെ മറന്നു. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒരു നിരീശ്വരവാദിയായ ആള് അയാളുടെ ഭാര്യയോട് പറഞ്ഞു, കണ്ടില്ലേ കൃഷ്ണൻ രാധയെ മറന്നു, എന്നിട്ട് മറ്റ് സ്ത്രീകളെ വിവാഹം കഴിച്ചു, നീ കൃഷ്ണഭക്ത എന്നാ പിന്നെ എനിക്കും പൊക്കൂടെ? അപ്പൊ അവര് പറഞ്ഞു അത് ദൈവമാണ്. അപ്പൊ അയാൾ പറഞ്ഞു ദൈവം മാതൃക കാണിക്കണ്ടേ? ഇങ്ങനെ തർക്കങ്ങൾക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ മറന്നു എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് കൃഷ്ണഭക്തർക്ക് സാധിക്കുന്നില്ല. അവർ ബുദ്ധി കൊണ്ടുള്ള കളി കളിക്കും. അവർ രണ്ടും ഒന്നാണ്, രണ്ടല്ല, ട്വിൻ ഫ്ലെയിമാണ്, ഒരേ അംശമാണെന്നൊക്കെ പറയും. അപ്പം അത് കേട്ടിട്ട് മറ്റുള്ളവർ വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇതുപോലെ എങ്കിൽ വൃന്ദാവനത്തെ എന്തിനാ മറന്നത്? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടുന്നു. അപ്പൊ കൃഷ്ണൻ രാധയെ മറന്നതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മുനിമാർക്ക് പോലും കിടന്ന് പാടുപെടാൻ തുടങ്ങി. നമുക്കറിയാം, കൃഷ്ണൻ വസ്ത്രാപകരണം നടക്കുന്ന സമയത്ത് ഗർഗമുനി പോലും പറഞ്ഞു അത്രേ, ഇതിച്ചിരി കൂടിപ്പോയല്ലോ ഭഗവാനെ, ഭഗവാന്റെ ലീലകൾ അല്പം കൂടിപ്പോകുന്നു എന്ന് പറഞ്ഞതായിട്ടും നമുക്കറിയാം. അപ്പോൾ ഈ മുനിമാരായാലും ഋഷിമാരായാലും മറ്റുള്ളവരായാലും ആരായാലും കൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ കഥ കണ്ടുപിടിച്ചു. അതായത് രാധാറാണി ശ്രീതാമാവിനെ ശപിച്ചപ്പോൾ ശ്രീതാമാവും ശപിച്ചു അത്രേ. അങ്ങനെയാണെങ്കിൽ രാധയെ നീ ഒരു കാര്യം ചെയ്തുകൊള്ളൂ, നീയും ഭൂമിയിൽ പോയി പിറക്കട്ടെ. ഇത് പറഞ്ഞ വിഡ്ഢികൾ ഒരു കാര്യം വിട്ടുപോയി. കൃഷ്ണനെ കണ്ടപ്പോൾ അപ്പൊ എന്താണ്, 100 വർഷം നീ പിരിഞ്ഞ് കൃഷ്ണനെ പിരിഞ്ഞ് ജീവിക്കട്ടെ രാധേ. എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഒരു ഉത്തരമായി കഴിഞ്ഞു. കൃഷ്ണൻ രാധയെ എന്തിനു മറന്നു? ഉടനെ നമ്മൾ അത് ശ്രീതാമാവ് ശപിച്ചു, അല്ലാതെ കൃഷ്ണൻ മനഃപൂർവ്വം മറന്നതല്ല കേട്ടോ. ശ്രീതാമാവ് ശപിച്ചതുകൊണ്ട് എന്ത് ചെയ്തേത് മറന്നേതു എന്ന് പറഞ്ഞൊരു ഉത്തരം കണ്ടെത്തി. ഇതൊക്കെ നിങ്ങൾ ഈ ഉത്തരം കണ്ട് നിങ്ങളിങ്ങനെ കൃഷ്ണനെ രക്ഷിക്കാൻ പോകുന്നതാ കുഴപ്പം. അതിനും അപ്പുറമൊക്കെ ഉള്ള ചില കാര്യങ്ങളാണ് കൃഷ്ണനുള്ളത്. അത് വേറൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. വിരജയും ഒത്തിരിക്കുമ്പോൾ രാധാറാണി വന്നപ്പോൾ 14 ലോകങ്ങളും ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന കൃഷ്ണൻ പോലും ഭയന്ന് അവിടുന്ന് അന്തർദാനം ചെയ്തു. സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും ഭയന്ന് അന്തർദാനം ചെയ്തു. അപ്പൊ കൃഷ്ണന്റെ ഒരു രോമത്തിന്റെ വില പോലും ഇല്ലാത്ത ശ്രീതാമാവ് ഒരു ഭയവുമില്ലാതെ രാധാറാണിയെ ശപിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസനീയമാകുന്നത്? ശുദ്ധ മണ്ടത്തരം. അപ്പോ കൃഷ്ണനേക്കാൾ വലുതാണോ ശ്രീതാമാവ്? പറഞ്ഞവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്.
രാധയെ കൃഷ്ണന് പോലും പേടിയാണ്. പക്ഷെ കൃഷ്ണനേക്കാൾ വലിയവനാണ് ആരെന്ന് പറയുന്നത് ശ്രീതാമാവ്. ശ്രീതാമാവിന് ആരെ പേടിയില്ല? രാധയെ പേടിയില്ല. അപ്പോൾ കൃഷ്ണൻ പോലും ഭയക്കുന്ന ആളെ വേറൊരാൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞാൽ അയാൾ കൃഷ്ണനേക്കാൾ മുകളിലാണോ എന്നത് ഒന്നാമത്തെ ചോദ്യം. 2, നമ്മുടെ പുരാണങ്ങളിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, തെറ്റ് ചെയ്താലേ ശാപം ഫലിക്കൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദി തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി തൊലയത്തില്ല. അതെങ്ങനെ തൊലയുന്നത്? തൊലയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൃത്യമായ ഒരു തെറ്റുണ്ടാകണം. ആ തെറ്റുണ്ടാകുമ്പോൾ ആ തെറ്റു മുഖാന്തരം ആരാണോ വിഷമിക്കുന്നത് അവര് ശപിച്ചാലല്ലേ ഇരിക്കത്തുള്ളൂ. ഇവിടെ കൃഷ്ണൻ വിരജയുമൊത്ത് ഗോലോകത്തിരുന്ന് രമിക്കുമ്പോൾ രാധാറാണിയുടെ പക്കൽ എവിടുന്നാണ് തെറ്റ്? അതെവിടുന്നാണ് തെറ്റ്? രാധാറാണി അതുകൊള്ളാം. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകളും ചിന്തിച്ചേ, നിങ്ങളുടെ വീട്ടില് നിങ്ങളില്ലാത്ത സമയത്ത് എന്തു ചെയ്യുന്നു? നിങ്ങളുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി രമിക്കുന്നു. അങ്ങനെ രമിക്കുമ്പോൾ നിങ്ങൾ ഓടി വരുന്നു, നിങ്ങളുടെ ഭർത്താവിനെ വഴക്ക് പറയുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ നിങ്ങളെ ശപിക്കുന്നു. നിങ്ങൾക്കത് കേൾക്കുമോ? നിങ്ങൾ അന്ധമായ ഭക്തി കളഞ്ഞിട്ട് നിഷ്പക്ഷമായി നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കേ. ഇത് കേൾക്കുന്ന സ്ത്രീകളൊന്ന് ചിന്തിച്ചു നോക്കേ. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വേറൊരു സ്ത്രീയുമായി രമിക്കുക. അപ്പോൾ നിങ്ങൾ ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ അവിടെ നിൽപ്പുണ്ട്. കൂട്ടുകാരൻ നിങ്ങളെ ശപിച്ചാൽ നിങ്ങൾക്ക് ശാപം ഏൽക്കില്ല. കാരണം നിങ്ങൾക്ക് ശാപം ഏൽക്കണമെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യണം. തെറ്റ് ചെയ്താലേ ഏൽക്കത്തുള്ളൂ. അപ്പോൾ രാധാറാണി ശപിച്ചാൽ അത് ഏൽക്കും എന്നതുകൊണ്ടാണ് കൃഷ്ണൻ മുങ്ങിക്കളഞ്ഞത്. വിരജയും അതേ കണക്ക്. വിരജയ്ക്കും അപ്പം നോക്കേ, കൃഷ്ണൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ കൃഷ്ണന് മുങ്ങിക്കളയേണ്ട ആവശ്യമില്ലല്ലോ. കൃഷ്ണൻ അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇനി വിരജയുമൊക്കെ കൃഷ്ണന്റെ ആത്മാവാണ്, പിന്നെ മാടയാണ്, കോടയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയണമെങ്കിൽ കൃഷ്ണൻ ചെയ്യുന്നത് ന്യായമാണെങ്കിൽ കൃഷ്ണന് മുങ്ങേണ്ട ആവശ്യമില്ല. വിരജയ്ക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ഭയന്ന് തൻ്റെ ശരീരം ത്യജിച്ച് നദിയായി തീരേണ്ട ആവശ്യവുമില്ല. എന്ന് മാത്രവുമല്ല, കൃഷ്ണന് താൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഗോലോകത്ത് രഹസ്യമായി പോയി ക്രീഡിക്കേണ്ട കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഒന്ന്, ശ്രീതാമാവ് ശപിച്ചു എന്ന് പറഞ്ഞത് തെറ്റ്. കാരണം കൃഷ്ണനേക്കാൾ വലുതല്ല ശ്രീതാമാവ്. കൃഷ്ണൻ പോലും ഭയന്ന് പൊക്കളഞ്ഞു. 2, ശ്രീതാമാവ് 100 കൊല്ലം രാധാറാണി ഭൂമിയിൽ പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തിന് രാധാറാണി എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്താലല്ലേ ശാപം ഫലിക്കത്തുള്ളൂ. അങ്ങനെ ശ്രീതാമാവ് പറഞ്ഞു എന്ന് സമ്മതിച്ചാൽ പോലും ഈ ശാപം എങ്ങനെ ഫലിക്കും? അതൊന്ന് പറഞ്ഞേ. ഈ ശാപം എങ്ങനെ ഫലിക്കും? തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്തതാണ്? ഈ 2ാം ഭാഗം എപ്പോഴും കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൃഷ്ണഭക്തരെ, കൃഷ്ണൻ രാധയെ മറന്നു എന്നതിന് നിങ്ങളിങ്ങനെ ബുദ്ധി കൊണ്ട് കളിച്ച് കൃഷ്ണനെ ടിൻ ഫ്ലെയിം ഒന്നും ആക്കരുത്. അതൊക്കെ ഇവിടുത്തെ എന്താ പറയേണ്ട സായിപ്പുമാർ കണ്ടുപിടിച്ച ചില ലോക്കൽ പദങ്ങളാണ്. കൃഷ്ണന്റെ സ്നേഹത്തെ നിങ്ങൾ അങ്ങനെ പിടിച്ച് തരം താഴ്ത്തി കളയരുത്. നിങ്ങളുടെ നിലയിലേക്ക് നിങ്ങൾ തരം താഴ്ത്തി കളയരുത്. നിങ്ങളാണ് കൃഷ്ണനെ ഇങ്ങനെ താഴോട്ട് വലിക്കുന്നത്. അത് മനുഷ്യബുദ്ധിക്ക് നിരക്കുന്ന ഒരു ന്യായങ്ങളും നമുക്ക് കൃഷ്ണൻ രാധയെ മറന്നതിന് പറയാനില്ല. അതിനപ്പുറമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കറിയില്ല. അവിടെ നമ്മൾ ഉരുണ്ട് കളിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ആ ശാപകഥ നുണക്കഥയാണ്. അതിനു മുമ്പുള്ള വിരജ കഥ എന്താണ്? സത്യവുമാണ്. ഇനി നമുക്ക് യഥാർത്ഥ കഥകളിലേക്ക് കടക്കാം. കഴിഞ്ഞ വട്ടം എവിടാണ് നിർത്തിയതെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഭീമസേനൻ നൗകമുഖി. പക്ഷെ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. കാരണം ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ. എന്ന് മാത്രവുമല്ല, ദുര്യോധനന്റെ ശത്രുവാണ് ആരെന്ന് പറയുന്നത് ഭീമസേനൻ. ആ ഭീമസേനനോടൊപ്പം ദുര്യോധനന്റെ ഭാര്യയുടെ അനിയനും അനുജത്തിയും വന്നാൽ അതിൻ്റെ ഫലം മുഴുവനും ദുര്യോധനന്റെ ഭാര്യയായ ഭാനുമതി അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഭീമസേനനാകട്ടെ ഇവരുടെ മാർഗം മുടക്കി. അതിന് കൃഷ്ണൻ പകരം മാർഗം കണ്ടു. നകുലിനെയും മറ്റും ഏകചക്രയിലേക്ക് നൗകയെ കൊണ്ടുവരാൻ വിട്ടു. അത് ഭീമൻ തന്നെ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ജലന്ധര
തന്നോടൊപ്പം വരണമെന്ന നിർബന്ധം കൊണ്ടാണ് ഭീമൻ ഇത് ചെയ്തത്. അത് തെറ്റി എന്നറിഞ്ഞാൽ ഭീമന്റെ സ്വഭാവവും മാറും. അപ്പൊ ഇനി എന്താണ് കൃഷ്ണൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത്രയും ഞാനൊരു ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിരാവിലെ ആയപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ എഴുന്നേറ്റിട്ട് നദീതീരത്ത് മുങ്ങിക്കുളിച്ച് സ്നാനം നടത്താൻ വേണ്ടി കൃഷ്ണൻ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കൃഷ്ണൻ ഭീമസേനന്റെ പർണശാലയിലേക്ക് കയറി. അപ്പോൾ ഭീമസേനനാകട്ടെ നല്ല ഉറക്കം, ഒന്നും അറിയുന്നില്ല, നല്ല സുഖനിദ്ര. സുശർമാവാകട്ടെ എഴുന്നേറ്റിരിക്കുകയാണ്. സുശർമാവ് ആകപ്പാടെ അസ്വസ്ഥനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ കൃഷ്ണനെ കണ്ടുകൊണ്ട് സുശർമാവ് എഴുന്നേറ്റു. അപ്പോൾ സുശർമാവ് വന്ന് കൃഷ്ണന്റെ അടുക്കലിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്താണ് സുശർമാവേ, ഞാൻ അറിഞ്ഞു നൗകയിൽ വെള്ളം കയറിയല്ലേ, കഷ്ടമായി പോയല്ലോ. അപ്പോൾ ഉടനെ ആ സുശർമാവ് പറഞ്ഞു, വെള്ളം കയറിയതല്ല, കയറ്റിയതാണ്, മനഃപൂർവ്വം കയറ്റിയതാണ്. അപ്പോൾ കൃഷ്ണൻ സുശർമാവിൻ്റെ കൈ പിടിച്ച് കൂടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങി. കാരണം അവിടെ ഭീമസേനൻ കിടപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നദീതീരത്തേക്ക് നടക്കാം. അങ്ങനെ രണ്ടുപേരും നദീതീരത്തേക്ക് നടന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട് വിഷമം. ദുര്യോധനൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സുശർമാവും ജലന്ധരയും അവിടെ എത്തണമെന്ന്. അപ്പോൾ സുശർമാവ് അസ്വസ്ഥനായിട്ട് പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങളോടൊപ്പം ഒന്നിച്ചു വരാതെ വേറെ മാർഗമില്ലല്ലോ. അതോടുകൂടി ദുര്യോധനൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ എന്നോടൊപ്പം വരുന്നതിന് എനിക്കും താല്പര്യമില്ല. കാരണം ഭാനുമതി എനിക്കെൻ്റെ അനുജത്തിയെ പോലെയാണ്. ദുര്യോധനൻ അതിൻ്റെ പേരിൽ അവളെ പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഭീമൻ വേണ്ടത് ചെയ്തുകൊള്ളും. അപ്പോൾ സുശർമാവിനങ്ങ് ദേഷ്യം വന്നു. സുശർമാവ് പറഞ്ഞു, ഭീമസേനൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞല്ലോ, അയാൾ ഒറ്റ ഒരുത്തനാണ് കൃഷ്ണ, ഇതിനെല്ലാത്തിനും കാരണം അയാൾ ഒറ്റ ഒരാളാണ്. അയാൾക്കെന്തോ ഞങ്ങൾ ഒരു കാരണവശാലും നദീമാർഗത്തിലൂടെ സഞ്ചരിക്കരുതെന്നും ഞങ്ങൾ അയാളോടൊപ്പം പോകണമെന്നും അയാൾക്ക് നിർബന്ധമാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല സുശർമാവേ, നിങ്ങളെ നാളെ തന്നെ അങ്ങോട്ടേക്ക് അയക്കണമെന്ന് ഭീമസേനൻ ജ്യേഷ്ഠൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഭീമസേനൻ ജ്യേഷ്ഠൻ ചില കാര്യങ്ങൾ ചെയ്തു. എന്തു ചെയ്തു എന്ന്? അപ്പോൾ പറഞ്ഞു, ഭീമസേനൻ തൻ്റെ അനുജനായ നകുലനെ ഏകചക്രയിലേക്ക് അയച്ചു. നകുലൻ മാത്രമല്ല, നകുലനും സാത്യകിയും മണിമാൻ രാജകുമാരന്റെ മന്ത്രിയായിട്ടുള്ള ശുഗുരി നാഗനും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഏകചക്രയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യുന്നു? നൗക, അതായത് നേരം വെളുത്തൊരൽപ്പം കഴിയുമ്പോഴേക്കും അവർ നൗകയുമായി ഇവിടെ എത്തിയിരിക്കും. ദേ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പോൾ സുശർമാവ് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല കൃഷ്ണ, അങ്ങനെയാണെങ്കിൽ ഈ ഭീമസേനൻ എന്തിനാണ് വള്ളം മുക്കിയത്? അപ്പൊ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുറമേ കാണുന്നതൊക്കെ വെറും മതിഭ്രമങ്ങളാണ് സുശർമാവേ, പതുക്കെ കൊണ്ടെല്ലാം ശരിയാകും. അങ്ങനെ കൃഷ്ണനും സുശർമാവും നദിയിൽ മുങ്ങിക്കുളിച്ചു. സുശർമാവിന് എന്തോ കൃഷ്ണനോട് വല്ലാത്ത ഒരു സ്നേഹം തോന്നി, വല്ലാത്ത ഒരു അടുപ്പം തോന്നി. സുശർമാവ് ചിന്തിക്കുകയാണ്, ഇദ്ദേഹം ഈശ്വരൻ തന്നെയാണ്, നമ്മളെ മറ്റുള്ളവരിലേക്ക് വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒരു കാന്തിക ശക്തി കൃഷ്ണനിലുണ്ട്. മറ്റുള്ളവർ ഈശ്വരൻ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഈ സമയത്താണ് നമ്മുടെ ഭീമസേനൻ ജ്യേഷ്ഠൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. ഭീമസേനൻ ജ്യേഷ്ഠൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ തൻ്റെ തൊട്ടടുത്ത് സുശർമാവിനെ കാണുന്നില്ല. അപ്പോൾ ഭീമസേനൻ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? അവിടുന്ന് എഴുന്നേറ്റു, നേരെ പോയി നദിയിലൊന്ന് മുങ്ങിക്കുളിച്ചതിന് ശേഷം തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് പോയി അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഇടം കണ്ണിട്ട് ജലന്ധരയെ ഒന്ന് നോക്കി.
ജലന്ധര ഭീമസേനനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പൊ ഭീമസേനന്റെ മനസ്സിൽ ഇങ്ങനെ കുളിരുകോരി. അപ്പോൾ കുന്തിദേവി പറഞ്ഞു, കാശി നൗകകളിൽ വെള്ളം കയറിയല്ലേ, കഷ്ടമായി പോയി. പക്ഷെ മോനെ ഭീമസേന, എത്ര ധീരതയോടെയാണ് നീ അവരെ രക്ഷിച്ചത്. അമ്മയ്ക്ക് അഭിമാനമുണ്ട് മോനെ നിന്റെ പേരിൽ. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, അതെ അമ്മേ, മറ്റുള്ളവരെ രക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണമ്മേ. അപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെ സ്വയം പുകഴ്ത്താതെ ഭീമ. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തണം. ദാ കണ്ടില്ലേ, പുകഴ്ത്തേണ്ട ആൾ അവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ജലന്ധരയ്ക്കങ്ങ് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഉടനെ വീണ്ടും ഭീമസേനൻ പറഞ്ഞു, നോക്കൂ, ഈ ജലന്ധര രാജകുമാരിയും ആ സുശർമാവ് രാജകുമാരനും ഇന്ന് ഗംഗയുടെ അടിത്തട്ടി കടന്നേനെ ഞാനില്ലായിരുന്നു എങ്കിൽ. അത്രയുമായപ്പോൾ ജലന്ധര പൊട്ടിച്ചിരിച്ചു പോയി. ജലന്ധരയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഭീമസേനനെ. ജലന്ധരയുടെ ചിരിയാകട്ടെ ഭീമസേനനും എന്ത് ചെയ്തു, വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പൊ കുന്തിദേവി പറഞ്ഞു, എന്തായാലും മോനെ, നിന്റെ പ്രവൃത്തി വളരെ നന്നായി. ഏകചക്രയിലെ നൗക കൊണ്ടുവരാൻ നീ നകുലനെ പറഞ്ഞയച്ചത് തീർച്ചയായിട്ടും അത് ഉചിതമായി. അതുകൊണ്ട് ഇവർക്കിപ്പോ രാത്രി തന്നെ യാത്ര തുടരാമല്ലോ. ഭീമന്റെ കണ്ണ് രണ്ടും അങ്ങ് തള്ളി. ഭീമസേനൻ ഞെട്ടിപ്പോയി. ഭീമസേനൻ പറഞ്ഞു, എന്താ അമ്മ എന്താ പറഞ്ഞത്? ഏകചക്രയിലേക്ക് നകുലനെ അയച്ചെന്നോ? ആര്? ഞാൻ അയച്ചെന്നോ? അപ്പൊ കുന്തിദേവി പറഞ്ഞു, നോക്കൂ ഭീമ, നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. പിന്നെ ആരാണ് നകുലനെ പറഞ്ഞയച്ചത്? എനിക്കറിയാം, എൻ്റെ മകൻ എപ്പോഴും മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾ നന്നായി നോക്കും. അതെനിക്ക് നല്ലതുപോലെ അറിയാം. നിന്റെ നിർദ്ദേശപ്രകാരം നകുലൻ ഏകചക്രയിലേക്ക് പോയിരിക്കുക. ഏകചക്രയിലെ രാജാവ് നിന്റെ അടുത്ത സുഹൃത്തല്ലേ? അപ്പൊ നീ പറഞ്ഞെന്നറിഞ്ഞാൽ അവരപ്പോഴും തന്നെ നൗക കൊടുത്തയക്കുമല്ലോ. ഭീമസേനൻ എന്ത് പറയണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മയാകട്ടെ തന്നെ പുകഴ്ത്തുകയാണ്. പുകഴ്ത്തുന്നത് കൊണ്ട് തിരിച്ചൊന്നും പറയാനും വയ്യ. അപ്പൊ ചോദിച്ചു, അമ്മയുടെ അടുത്ത് ഇത് ആരാ ഇതൊക്കെ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഗോവിന്ദൻ. ഗോവിന്ദനോ? അതെ, ഗോവിന്ദൻ ഇവിടെ വന്നിരുന്നു. ഗോവിന്ദന് നിന്നെ എന്തുമാത്രം പുകഴ്ത്തിയെന്നറിയാവോ? ഗോവിന്ദൻ പറഞ്ഞു, നോക്കൂ, ആ നൗക വെള്ളത്തിൽ മുങ്ങി. ഭീമൻ ജ്യേഷ്ഠൻ ഒരാളാണ് ഇവരെ രണ്ടുപേരെയും രക്ഷിച്ചത്. ഭീമൻ ജ്യേഷ്ഠൻ ഇല്ലായിരുന്നെങ്കിൽ ഇവര് വെള്ളത്തിൽ മുങ്ങിപ്പോയേനെ. ഭീമസേനൻ വീണ്ടും ഇതായി. കൃഷ്ണനോട് കലിയും വരുന്നുണ്ട്. എന്നാൽ കൃഷ്ണൻ ഇങ്ങനെ തന്നെ പുകഴ്ത്തി എന്ന് കേട്ടപ്പോഴത്തേക്ക് ആ കലി ഒന്ന് അടങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജലന്ധര പോകുമെന്ന് ആലോചിക്കുമ്പം ഭീമസേനന് വീണ്ടും അസ്വസ്ഥത. എന്നിട്ട് പറഞ്ഞു, ഭീമസേനൻ എത്ര നല്ലവനാണമ്മേ. ഭീമൻ ജ്യേഷ്ഠൻ നകുലനെ പറഞ്ഞയച്ചു ഏകചക്രയിലേക്ക് കൊണ്ടുവരാൻ. കൂടെ സാത്യകിയും മണിമാൻ രാജകുമാരന്റെ സജീവനായ മന്ത്രിയായ ശൂരിനാഗനും എല്ലാവരും ഉണ്ടമ്മേ. വളരെ നല്ല മനുഷ്യനാണ് ഭീമസേനൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമസേനൻ മനസ്സിൽ പറഞ്ഞു, ഗോവിന്ദ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഗോവിന്ദ. നീ മൊത്തം നാശമാക്കി കളഞ്ഞു. ഞാൻ എന്തൊക്കെയാണ് പദ്ധതി ഇട്ടുകൊണ്ട് വന്നത് അത് മുഴുവനും നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത്രയുമായി കഴിഞ്ഞിട്ട് ഭീമസേനൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന് കൃഷ്ണന്റെ അടുക്കലേക്ക് പോകട്ടെ. ഭീമസേനൻ അങ്ങനെ കലി തിളച്ചാണ് വരുന്നത്. പക്ഷെ കൃഷ്ണന്റെ അടുക്കൽ എത്തിയപ്പോൾ അവിടെ ആരുണ്ട്? യുധിഷ്ഠിരനുമുണ്ട്, അർജുനനുമുണ്ട്. അപ്പോൾ ഭീമസേനന്റെ വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആ നോക്ക്, ഇത് ആരാ വരുന്നത്? നമ്മുടെ നായകനാണല്ലോ വന്നിരിക്കുന്നത്. ആ ഭീമസേനൻ ജ്യേഷ്ഠ, നിങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഗംഗാജലത്തിൽ താണു പോകേണ്ട ആ ജലന്ധരയെയും സുശർമാവിനെയും നിങ്ങൾ രക്ഷിച്ചല്ലോ. ഭീമസേനൻ ജ്യേഷ്ഠൻ ഇത് കളിയാക്കാൻ പറയുന്നു, പുകഴ്ത്താൻ പറയുന്നു. കാരണം ഒരു പാവമാണ് ഭീമൻ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. എന്നിട്ട് പറഞ്ഞു, ഭീമസേനൻ ജ്യേഷ്ഠ, എന്തായാലും നിങ്ങളുടെ പ്രവൃത്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു.
നിങ്ങൾ നകുലനെ ഏകചക്രയിലേക്ക് പറഞ്ഞയച്ചില്ലേ നൗക കൊണ്ടുവരാൻ? അതുകൊണ്ട് ജലന്ധരയ്ക്ക് ഇന്ന് തന്നെ യാത്ര തുടരാമല്ലോ. അപ്പൊ ഭീമസേനൻ പതുക്കെ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, കള്ളകൃഷ്ണ എന്ന് വിളിക്കുന്നത് 100% ശരിയാണ്. പലരും നിന്നെ കള്ളകൃഷ്ണ എന്ന് വിളിക്കുന്നു. പക്ഷെ എനിക്കിപ്പോൾ യുധിഷ്ഠിരനും അർജുനനും ഇരിക്കുന്നത് കൊണ്ട് ഒന്നും മിണ്ടാൻ വയ്യ. അല്പനേരം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരനും അർജുനനും കൃഷ്ണനോട് യാത്ര പറഞ്ഞിറങ്ങി. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ഗോവിന്ദ ചെവിയിൽ നുള്ളിക്കോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗോവിന്ദനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ആരെയും എങ്ങോട്ടേക്കും പറഞ്ഞു വിട്ടിട്ടില്ല. ആ നകുലനെ ഏകചക്രയിലേക്ക് വിട്ടത് ഗോവിന്ദ നിങ്ങളാണ്. നിങ്ങളുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും സാത്യകി പോകത്തില്ല, സാത്യകിയും പോകത്തില്ല. അതേ കണക്ക് തന്നെ മണിമാൻ രാജകുമാരന്റെ മന്ത്രി ശുഗരീനാഗനും പോകത്തില്ല. കൃഷ്ണ, എന്നെയും ജലന്ധരെയും കൂടെ ഇങ്ങനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠ എന്ത് പറയാൻ, ഞാൻ എന്താ പറയുന്നത്? ജലന്ധര അല്ലാതെ പൊക്കോട്ടെ, നിങ്ങൾ ജലന്ധര വഴി, നിങ്ങൾ നടന്നും കരവഴിയും പൊക്കോട്ടെ, അവർ നദി വഴിയും പൊക്കോട്ടെ. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ശരിക്കും കൃഷ്ണ നിങ്ങളിത് ചെവിയിൽ നുള്ളിക്കോ, ഒരു ദിവസം നിങ്ങളുടെ ശിരസ് ഞാൻ തകർക്കും. അത് കേട്ട് കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ആട്ടെ ഭീമൻ ജ്യേഷ്ഠ, എൻ്റെ ശിരസ് തകർക്കുന്നതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഭീമൻ ജ്യേഷ്ഠ. ഭീമൻ ജ്യേഷ്ഠനെ ആ ജലന്ധരയുടെ കാതുകളിലെ എന്താ മന്ത്രിച്ചത്? അതുവരെ കോപിഷ്ഠനായി നിന്ന ഭീമൻ ജ്യേഷ്ഠന്റെ ഭാവം ഒന്ന് മാറി. ഭീമസേനൻ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ഭീമസേനൻ പറഞ്ഞു, എന്താ, ആരുടെ കാതില്? ജലന്ധരയുടെ കാതിലോ? ആര് മന്ത്രിച്ചെന്ന്? എൻ്റെ ഭീമൻ ജ്യേഷ്ഠ, എന്നോട് അവള് പരാതി പറഞ്ഞു. എന്തു പറഞ്ഞു? അവള് വന്ന് എന്നോട് പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠനാണ് ഈ നൗക മുക്കിയത്, എല്ലാ കാര്യങ്ങളും അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഭീമസേനൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അതല്ല കൃഷ്ണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കും നിങ്ങളോട് ഇത്ര വിശ്വാസം വരാൻ എന്താണ് കാരണം? എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അപ്പോൾ ഭീമസേനൻ വീണ്ടും പറഞ്ഞു, നോക്കൂ കൃഷ്ണ, ജലന്ധര പറഞ്ഞു, ഞാനാണ് ആ നൗകയിൽ ദ്വാരമിട്ടതെന്ന്. കൃഷ്ണ, എനിക്കത്രയും ബുദ്ധിയൊന്നുമില്ല. അത് ചെയ്യാൻ എന്നെ ആരാ പ്രേരിപ്പിച്ചതെന്ന് കൃഷ്ണൻ അറിയാമോ? കൃഷ്ണൻ പറഞ്ഞു, നന്നായിട്ടറിയാം, രാധ. ഗോവിന്ദ, നിങ്ങൾക്കതെങ്ങനെ അറിയാം? അപ്പോൾ പറഞ്ഞു, അതൊക്കെ അറിയാം, അതെല്ലാം അറിയാം. രാധയാണ് നിന്റെ പിന്നിലെന്നും എനിക്കറിയാം. നീ ഇപ്പം വലിയ രാധാഭക്തനാണില്ലേ? ഭീമസേനൻ പറഞ്ഞു, ഞാൻ ആരുടെയും ഭക്തനൊന്നുമല്ല. പക്ഷേ എന്നെ ആര് സഹായിക്കുന്നു? അവരോടൊക്കെ ഈ ഭീമന് സ്നേഹമാ. രാധ എന്നെ സഹായിച്ചു. ആ സ്നേഹം എനിക്കെപ്പോഴും ഉണ്ടാകും. ഒരു സംരക്ഷകനായിട്ട് ഞാനുണ്ടാകും. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ആഹാ, ഇതിപ്പോ തിരിഞ്ഞായോ? ഭീമസേനനെ സംരക്ഷിക്കാനാണ് രാധ വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എന്താ രാധയെ സംരക്ഷിക്കാനായിട്ട് ഭീമസേനനോ? അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ രാധ എന്നെ രക്ഷിക്കും, ചില സന്ദർഭങ്ങളിൽ ഞാൻ രാധയെ രക്ഷിക്കും. എന്തായാലും ശരി തന്നെ, ആ രാധാറാ പറഞ്ഞു തന്ന വാക്കുകൾ അനുസരിച്ചാണ് ചെയ്തത്. പക്ഷേ കൃഷ്ണ, നിങ്ങളത് മൊത്തം തകർത്ത് കളഞ്ഞു കൃഷ്ണ. എന്നിട്ട് ഒരല്പനേരം മിണ്ടാതെ നിന്നു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ തകർത്തൊന്നുമില്ല. ആര് പറഞ്ഞു ഞാൻ തകർത്ത് കളഞ്ഞു എന്ന്? പിന്നല്ലാതെ, ഞാൻ ജലന്ധരയോടൊപ്പം ഒന്നിച്ച് ഇവിടുന്ന് കാൽനടയായി ഹസ്തിനപുരത്തിലേക്ക് പോകാനായിട്ടിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 3-4 ദിവസം അവള് എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായേനായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മി മാനസികമായി എന്തുമാത്രം അടുത്തേനായിരുന്നെന്നറിയാമോ? ഇതിപ്പോ അങ്ങ് പൊയ്ക്കളഞ്ഞില്ലേ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠ, അതിൽ ചില കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ദുര്യോധനന്റെ ശത്രുവല്ലേ ഭീമൻ ജ്യേഷ്ഠൻ. ആ ഭീമൻ ജ്യേഷ്ഠനോടൊത്ത് സുശർമാവും ജലന്ധരയും വന്നു കഴിഞ്ഞാൽ ദുര്യോധനൻ അത് ഇഷ്ടപ്പെടില്ല. ദുര്യോധനൻ എൻ്റെ പക മുഴുവനും ഭാനുമതിയോട് തീർക്കും. അത് മനസ്സിലാക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഭാനുമതി എനിക്ക് അനുജത്തിയെ പോലെയാണ്.
ഓ കൃഷ്ണ, നിങ്ങൾക്ക് പെണ്ണുങ്ങളൊക്കെ ഒന്നീ കാമുകി അല്ലെങ്കിൽ അനുജത്തി, എന്തൊരു സ്ത്രീകൾക്കൊക്കെ നിങ്ങളോട് എന്തൊരു ആരാധനയാണ്. അപ്പോൾ പറഞ്ഞു, സ്ത്രീകൾക്ക് എന്നോട് മാത്രമല്ലല്ലോ, ഇപ്പം ഭീമൻ ജ്യേഷ്ഠനോടും ആരാധനയുണ്ടെന്ന് തെളിഞ്ഞില്ലേ. അപ്പോൾ ഭീമൻ ജ്യേഷ്ഠൻ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, കൃഷ്ണ എനിക്കൊരു ഉപകാരം ചെയ്യാമോ, എന്നെ സഹായിക്കാമോ കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താ ഭീമൻ ജ്യേഷ്ഠ, എന്നെ സഹായിക്കാമോ, എനിക്ക് വാക്ക് തരണം. അപ്പൊ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠൻ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ പിന്മാറുന്നു നിശ്ചയമായും. ഭീമൻ ജ്യേഷ്ഠൻ എന്താണ് പറയുന്നത്? അപ്പൊ ഭീമൻ പറഞ്ഞു, എനിക്ക് ജലന്ധരയെ വിവാഹം കഴിക്കണം കൃഷ്ണ, എനിക്ക് അവളെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായി പോയി കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇച്ചിരി മുമ്പേ പറഞ്ഞു എൻ്റെ ശിരസ്സടിച്ചു പൊളിക്കുമെന്ന്. എൻ്റെ ശിരസ്സടിച്ചു പൊളിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ സഹായിക്കും ഭീമൻ ജ്യേഷ്ഠ? അപ്പൊ ഭീമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം, അതൊരു ആവേശത്തിന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ കൃഷ്ണ, എനിക്ക് ജലന്ധരയെ വിവാഹം കഴിക്കണം, നിങ്ങളുടെ സഹായം അതിന് ആവശ്യമുണ്ട്. അല്ല, നീ രാധയുടെ അടുത്തല്ലേ സഹായം തേടുന്നത്, പിന്നെ ഇപ്പം വന്ന് നീ എൻ്റെ സഹായം തേടിയത് എന്തിന്? അപ്പൊ ഭീമസേനന്റെ മട്ടുമാറി, നോക്കൂ, എനിക്ക് നിങ്ങളെക്കാൾ വിശ്വാസം രാധയിലുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്നും നിങ്ങളത് സാധിച്ചു തരുമെന്നും എന്നോട് രാധ പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഈ രാധ കൊള്ളാമല്ലോ, എൻ്റെ പുറത്ത് ഓരോരോ ചുമതലകൾ വെക്കുകയാണല്ലോ. ആട്ടെ, അപ്പൊ ഭീമസേനൻ ജ്യേഷ്ഠന്റെ ആവശ്യം എന്താണ്? അപ്പൊ ഭീമസേനൻ പറഞ്ഞു, എൻ്റെ ആവശ്യമല്ല, രാധയുടെ ആവശ്യമാണ്. രാധയാ പറഞ്ഞത് എന്നെ ജലന്ധരയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഭീമസേനൻ ജ്യേഷ്ഠ ആള് കൊള്ളാമല്ലോ, സ്വന്തം ആഗ്രഹം എടുത്ത് രാധയുടെ ആഗ്രഹമായിട്ട് അങ്ങ് മാറ്റി. ആരാ പറഞ്ഞത് ഭീമൻ ജ്യേഷ്ഠന് ബുദ്ധിയില്ലെന്ന്? ആട്ടെ, ഞാൻ ഭീമൻ ജ്യേഷ്ഠനെ സഹായിക്കാം, ജലന്ധരയെ വിവാഹം കഴിക്കാൻ സഹായിക്കാം, പക്ഷേ എനിക്കൊരു വാക്ക് തരണം. അപ്പൊ ചോദിച്ചു, എന്ത് വാക്ക്? ഞാൻ പറയുന്ന ആ കാര്യം ഭീമൻ ജ്യേഷ്ഠൻ പാലിക്കുമെന്ന് എനിക്ക് വാക്കു പറഞ്ഞാൽ, കൃഷ്ണനാണ് പറയുന്നത്, ജലന്ധരയും ഭീമസേനനും തമ്മിലുള്ള വിവാഹം കൃഷ്ണൻ നടത്തിത്തരും. അപ്പം ഭീമസേനൻ ജ്യേഷ്ഠൻ ചോദിച്ചു, എന്താണ്, പറയൂ കൃഷ്ണ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, യുധിഷ്ഠിരൻ ഇവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്യുകയും നിങ്ങൾ യുവരാജാവാകുകയും ചെയ്യുന്നത് വരെ കാത്തിരിക്കണം, അതിനു മുമ്പ് വിവാഹം കഴിക്കണമെന്ന് പറയരുത്. രാജാവെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാജാവല്ല, ശരിക്കും രാജാവ്, ശരിക്കും അഭിഷേകം നടത്തി യുധിഷ്ഠിരനെ രാജാവാക്കുന്നു. പിന്നെ സ്വാഭാവികമായും നിങ്ങൾ തന്നെയാണ് രണ്ടാമൻ യുവരാജാവ്. അങ്ങനെ യുധിഷ്ഠിരനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് വരെ കാത്തിരിക്കാമെന്നുണ്ടെങ്കിൽ യുധിഷ്ഠിരനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിൻ്റെ അടുത്ത പക്കം ഭീമസേനൻ ജ്യേഷ്ഠനും ജലന്ധരയും തമ്മിലുള്ള വിവാഹം ഈ കൃഷ്ണൻ നടത്തിത്തരും. അപ്പോ ഭീമസേനൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഇത് വാക്കായിരിക്കണം. അപ്പോൾ പറഞ്ഞു, വാക്ക്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അത് രാധ എന്നെ പറഞ്ഞേൽപ്പിച്ചതാണ്, ഭീമൻ ജ്യേഷ്ഠനിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് പാലിക്കണം. അപ്പൊ ഭീമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, അതെന്താണ് രാധ എങ്ങനെ പറഞ്ഞേൽപ്പിച്ചത്, എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠൻ പറയുന്ന ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തരും എന്ന് മാത്രവുമല്ല, ഭീമൻ ജ്യേഷ്ഠന്റെ ന്യായമായ ഏതാവശ്യത്തിനും ഞാൻ കൂടെ നിൽക്കണം എന്ന് രാധ എന്നോട് പറഞ്ഞു. അതുപോലെ തിരിച്ചും ഭീമൻ ജ്യേഷ്ഠനും ഏതാവശ്യത്തിനും എൻ്റെ കൂടെ നിൽക്കണം. അപ്പൊ ഭീമൻ ഒന്ന് കുലുങ്ങി ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈശ്വരനല്ലേ, നിങ്ങൾക്കെന്തിനാണ് മറ്റുള്ളവരുടെ സഹായം? കൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഈശ്വരനാണെങ്കിലും ചില കർമ്മങ്ങൾ ചില ആളുകൾ ചെയ്യണം, അത് ഈശ്വരൻ നേരിട്ടല്ല ചെയ്യുന്നത് ഭീമസേന. എനിക്കറിയില്ല, രാധ എന്നോട് പറഞ്ഞതാണ്, ഭീമൻ എനിക്ക് വാക്ക് തരണം, എന്തിനും ഏതിനും എൻ്റെ കൂടുണ്ടാകണം, ധർമ്മസ്ഥാപനത്തിന് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം. അപ്പോൾ പറഞ്ഞു, നിങ്ങളെപ്പോലെ കൃത്രിമം എന്തായാലും രാധ കാണിക്കില്ല, രാധ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരായ വഴിയാണ്. നോക്കൂ കൃഷ്ണ, നിങ്ങൾ എനിക്ക് ജലന്ധരയെ വിവാഹം കഴിക്കാൻ എന്നെ സഹായിക്കുമെങ്കിൽ
ഈ ഭീമസേനൻ വാക്ക് തരുന്നു, കൃഷ്ണ നിങ്ങളോടൊപ്പം ധർമ്മം സ്ഥാപിക്കാൻ എന്തിനും ഏതിനും ഈ ഭീമസേനൻ ഉണ്ടാകും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, കൈയടിച്ച് സത്യം ചെയ്യ്. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ സത്യം ചെയ്യ്. അപ്പൊ കൃഷ്ണൻ ഭീമസേനന്റെ കൈയിലടിച്ച് സത്യം ചെയ്തു. ഭീമസേന, ആ നമ്മുടെ യുധിഷ്ഠിരൻ രാജാവായി അഭിഷേകം ചെയ്യും വരെ കാത്തിരിക്കുമെങ്കിൽ, അതേപോലെ തന്നെ ധർമ്മം സ്ഥാപിക്കാൻ എന്നോടൊപ്പം നിൽക്കുമെങ്കിൽ തീർച്ചയായും ജലന്ധര ഭീമസേനന്റെ ഭാര്യയായിരിക്കും ഞാനാണ് പറയുന്നത്. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ജലന്ധരെ എനിക്ക് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു തരാൻ സഹായിക്കുമെങ്കിൽ നിശ്ചയമായും കൃഷ്ണ നിങ്ങളെ കൂടുള്ള ഏത് പ്രവർത്തിക്കും ഞാൻ ഉണ്ടായിരിക്കും. ഇത് സത്യം. അപ്പോ കൃഷ്ണനും ഭീമസേനനും തമ്മിൽ ആലിംഗനം ചെയ്തു. ഇത് കണ്ടുകൊണ്ട് രാധാറാണി തൻ്റെ മഞ്ചത്തിൽ കിടന്നൊന്ന് പുഞ്ചിരിച്ചു. നല്ല ഗാഠനിദ്രയിൽ തന്നെയാണത് കാണുന്നത്. ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചുണ്ടുകൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ നിനക്ക് ആവശ്യം വരും ഭീമനെ, നിനക്ക് ആവശ്യം വരും. നിനക്ക് അർജുനനേക്കാൾ ആവശ്യം വരുന്നത് ഭീമനെയാണ്. നിന്റെ ഏറ്റവും വലിയ ശത്രുവായ ആ ജരാസന്ധനെ വധിക്കാൻ ഭീമസേനല്ലാതെ ഈ ലോകത്താർക്കും സാധിക്കുകയില്ല. അതേ, ഭാവി മുഴുവനും രാധ കാണുന്നു. ഭാവി മുഴുവനും രാധാറാണി കാണുന്നു. രാധാറാണിക്കറിയാം കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തും ഭീമസേനന്റെ പ്രയോജനമെന്ത്, ഭീമസേനന് ഹിഡിമ്പിയിലുണ്ടായ കടോൽക്കജന്റെ പ്രയോജനമെന്ത്. ധർമ്മം സ്ഥാപിക്കാൻ പലരെയും വധിക്കാൻ, അതായത് ഏറ്റവും വലിയ അധർമ്മത്തിന്റെ ആളുകളായ ദുര്യോധനും ജരാസന്ധനും ഭീമനാൽ മാത്രമേ വധിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അർജുനനും കൃഷ്ണനും പോലെ അർജുനനും ഭീമനും തമ്മിൽ ഒരു ആത്മബന്ധം വേണമെന്ന് രാധാറാണി മനസ്സിലാക്കിയിട്ട് കൃഷ്ണനെയും ഭീമനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരുന്നു രാധാറാണി ഇത് ചെയ്തത്. അതാണ് ഇവിടെ നടന്നത്. അതേ, കൃഷ്ണനും ഭീമസേനനും ഒന്നായി കഴിഞ്ഞു. ആലിംഗന ബദ്ധരായി കഴിഞ്ഞിരിക്കുന്നു. അവരൊന്നായി മാറിയിരിക്കുന്നു. അതേ, ഭീമസേനന് വേണ്ടി കൃഷ്ണൻ എന്തും ചെയ്യും. കൃഷ്ണന് വേണ്ടി ഭീമസേനൻ എന്തും ചെയ്യും. ധർമ്മയുദ്ധത്തിലേക്കുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ധർമ്മയുദ്ധത്തിലേക്ക് കൃഷ്ണന് തന്റെ വലത് കൈയായിട്ട് ഇതാ അർജുനനും ഇടത് കൈയായി ഭീമനും വന്നിരിക്കുന്നു. അർജുനനും ഭീമനും രണ്ടു വശത്തുള്ളപ്പോൾ ധർമ്മ സംസ്ഥാപനം ഉറപ്പാണ്. അത് ഉറപ്പാക്കിയത് ആരാണ്? രാധാ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.